ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം പോൾ കലാനിധിയുടെ പ്രാണൻ വായുവിലലിയുമ്പോൾ, വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന പുസ്തകമാണ്. ഒരു ഭിഷഗ്വരൻ്റെ, രോഗഗ്രസ്തനായ ഒരു ഭിഷഗ്വരൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. കേവലമായ ഒരു അർത്ഥത്തിൽ അങ്ങനെ പറയാമെങ്കിലും രോഗിയുടെയും രോഗി പരിചരണത്തിലും രോഗിയുടെ അവസ്ഥയിലും രോഗത്തിൻ്റെ കഠിനമായ അവസ്ഥയിലും ഒരുപോലെ കഴിയേണ്ടി വന്ന പ്രതിഭാധനനായ ഒരു എഴുത്തുകാരൻ്റെ ജീവിതം സ്പന്ദിക്കുന്ന അത്യന്തം ഹൃദയസ്പർശിയായ ഓർമ്മക്കുറിപ്പുകളാണ് പ്രാണൻ വായുവിലലിയുമ്പോൾ എന്ന പുസ്തകം. ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും മുംബൈയിലുമൊക്കെ പ്രാണവായുവിനു വേണ്ടി പിടഞ്ഞു മരിക്കുന്ന നൂറുകണക്കിന് നിസ്സഹായരായ മനുഷ്യജന്മങ്ങളെ കാണുന്നു. പ്രാണനും വായുവും തമ്മിലുള്ള ബന്ധം ഇത്രമേൽ അഗാധമായി നമ്മളെ സ്പർശിച്ച ഒരു കാലം ഓർമ്മയിലില്ല. വെള്ളത്തിന് വേണ്ടിയായിരിക്കും ആഗോള യുദ്ധങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രാണവായുവിന് വേണ്ടി മനുഷ്യർ തമ്മിൽ കലഹിക്കുന്ന, പരസ്പരം പോരാടുന്ന അത്യന്തം ദയനീയമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാണനും വായുവും തമ്മിലുള്ള പ്രാണവായുവിൻ്റെ അടിസ്ഥാനമായ, നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പ്രാണവായു ശ്വസിക്കുന്ന ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ശ്വാസകോശത്തിന് അതീവ ഗുരുതരമായ അർബുദം ബാധിച്ച ഭിഷഗ്വരനാണ് പോൾ കലാനിധി. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമായ വായു സ്വീകരിക്കുന്നതിനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിന് അനുദിനം, പിന്നീട് അനുനിമിഷം കുറഞ്ഞു വരുന്നു. അങ്ങനെ 6-7 മാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വായു ശ്വസിക്കാനുള്ള ആ കഴിവ് പരിപൂർണമായും നഷ്ടപ്പെടുന്നു. പിന്നീട് കൃത്രിമ ശ്വാസം നൽകുന്നതിനു വേണ്ടി മാസ്ക് ധരിപ്പിക്കുന്നുണ്ടെങ്കിലും ശ്വാസകോശ
ശ്വാസത്തിന് വേണ്ടിയുള്ള ഓക്സിജൻ സിലിണ്ടർ അദ്ദേഹത്തിൻ്റെ നാസാരന്ധ്രങ്ങളിൽ ഘടിപ്പിക്കാൻ ഡോക്ടർമാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ്. സ്വയം ശ്വസിക്കാൻ സാധിക്കാത്ത ആ ജീവിതത്തെ അദ്ദേഹം നിരാകരിക്കുകയും ഓക്സിജൻ മാസ്ക് മാറ്റിവെച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങുകയുമാണ് ചെയ്യുന്നത്. ഈ പുസ്തകം പല ജീവിത ചിന്തകളും മുന്നോട്ട് വയ്ക്കുന്നതോടൊപ്പം തന്നെ രോഗാവസ്ഥയെയും മരണത്തെയും കുറിച്ചുള്ള കാതലായ ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. തത്വചിന്താപരമായി ജീവിതത്തെയും മരണത്തെയും കലാനിധി നോക്കിക്കാണുന്നുണ്ട്. ആഴത്തിലുള്ള വിശകലനത്തിലൂടെ എന്താണ് ഒരു മനുഷ്യനിൽ രോഗാവസ്ഥയും അതിനെ തുടർന്നുള്ള മരണവും ഉണ്ടാക്കുന്ന ആകുലതകളും ആശങ്കകളും എന്ന് അദ്ദേഹം സ്വാനുഭവത്തിലൂടെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രഗത്ഭനായ ഒരു ന്യൂറോ സർജനായിരുന്നു കലാനിധി. അദ്ദേഹം 10 വർഷത്തോളം നീണ്ട കഠിന പരിശ്രമത്തിലൂടെ തീവ്ര യത്നത്തിലൂടെയാണ് ന്യൂറോ സർജന്റെ കഠിനമായ പരീക്ഷണ ഘട്ടങ്ങളെയും പഠനത്തെയും തരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ജോലിയും ചെയ്യുന്നുണ്ട്. പഠന ഗവേഷണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ അതിസങ്കീർണമായ അതിദൈർഘ്യമുള്ള ശസ്ത്രക്രിയകൾ അദ്ദേഹം നിരന്തരം ചെയ്യുന്നുണ്ട്. 35 മണിക്കൂർ വരെ നീളുന്ന ശസ്ത്രക്രിയകളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലോളം നീളുന്ന, ഒന്ന് ചുമരിൽ ചാരി നിൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള, ഒന്ന് നടുചായ്ക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള അത്രയും സങ്കീർണവും നിർണായകവുമായ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം അനുഷ്ഠിക്കുന്ന ശസ്ത്രക്രിയകളുടെ, അതീവ സങ്കീർണമായ ശസ്ത്രക്രിയകളുടെ വിവരണം ഇതിനുണ്ട്. അപ്പോൾ കഠിനാധ്വാനിയായിരുന്നു പോൾ കലാനിധി എന്ന മനുഷ്യൻ. അദ്ദേഹം ഒരേ സമയം ഡോക്ടറും എഴുത്തുകാരനും ഗവേഷകനും വിദ്യാർത്ഥിയും എല്ലാമായിരുന്നു. അങ്ങനെ ദിവസത്തെ, അതിലെ ഓരോ നിമിഷത്തെയും ഫലപ്രദമായും ക്രിയാത്മകമായും സർഗാത്മകമായും ഉപയോഗിച്ചുകൊണ്ട് 10 വർഷത്തെ തീവ്ര യത്നത്തിന് ശേഷം, പഠനത്തിന് ശേഷം ഒരു ന്യൂറോ സർജനായി അറിയപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് അമേരിക്കയിലെ അല്ല, ലോകത്തിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തിന് ന്യൂറോ സർജനായിട്ട് അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഏത് മികച്ച യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹത്തിന് പ്രൊഫസറായി നിയമിക്കാനുള്ള അവസരം സംജാതമായ സമയത്താണ് താൻ പഠനകാലത്ത് പ്രണയിച്ചിരുന്ന ലൂസി എന്ന വിദ്യാർത്ഥിയോടൊപ്പം, അവൾ അപ്പോഴേക്കും ലൂസിയും ഡോക്ടറാകുന്നുണ്ട്, ആ
ലൂസിയോടൊപ്പം, തൻ്റെ പ്രിയപ്പെട്ടവളോടൊപ്പം ഒരു കുടുംബജീവിതം ആരംഭിക്കാൻ പദ്ധതിയിടുമ്പോഴാണ്, സ്വപ്നം കാണുമ്പോഴാണ് ശ്വാസകോശാർബുദമെന്ന ആ മഹാവ്യാധി അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ ഭ്രാന്തമായി പടരുന്നത്. തൻ്റെ സ്വപ്നങ്ങളെല്ലാം, താൻ എത്രയോ വർഷങ്ങളായി കണ്ടിരുന്ന സ്വപ്നങ്ങളെല്ലാം ഓരോന്നോരോന്നായി തൻ്റെ കൺമുന്നിൽ തകർന്നു വീണടിയുന്നത് പോൾ കലാനിധി എന്ന മനുഷ്യൻ കാണുകയാണ്. ഈ ഓർമ്മക്കുറിപ്പുകളുടെ ഏറ്റവും വേദനാജനകമായ കാര്യം, തൻ്റെ ശരീരത്തെ, തൻ്റെ ഓരോ കോശങ്ങളെയും രോഗാവസ്ഥ, അർബുദം കീഴടക്കുന്നത് ഈ രോഗി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരുപക്ഷെ അനുവാചകന് തോന്നിയേക്കാം അജ്ഞത ഒരു അനുഗ്രഹമാണെന്ന്. രോഗത്തെക്കുറിച്ച് മുഴുവനായും അറിയുന്ന, അതിൻ്റെ തീവ്രതയെക്കുറിച്ച്, അതിൻ്റെ ആക്രമണത്തെക്കുറിച്ച്, അത് എങ്ങനെയൊക്കെയാണ് നമ്മെ തളർത്തിക്കളയുക എന്നതിനെക്കുറിച്ച് പൂർണ്ണ ബോധമുള്ള ഒരു ഡോക്ടർക്ക് ആ ഡോക്ടർ ചികിത്സിക്കുന്ന അതേ രോഗം ബാധിച്ചാലുള്ള അവസ്ഥ അത്യന്തം വേദനാനിർഭരമാണ്, ഹൃദയഭേദകമാണ് എന്ന് ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയും. അങ്ങനെ പോൾ കലാനിധിയുടെ അർബുദ രോഗബാധ ഗുരുതരമാവുകയാണ്. ആദ്യമായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് ശരീരത്തിൽ അമിതമായി ഭാരം കുറയുന്ന അവസ്ഥയാണ്. അതുപോലെ കടുത്ത ക്ഷീണവും അടിക്കടി ഭാരം കുറയുന്നതും വിശപ്പില്ലായ്മയും ഉറക്കക്കുറവും അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടുന്നു, അലോസരപ്പെടുത്തുന്നു. അദ്ദേഹം വിചാരിക്കുന്നത് തൻ്റെ കഠിന പ്രയത്നങ്ങളുടെ ഫലമായിട്ടാകാം ഇത് എന്നാണ്. ഗവേഷണങ്ങൾക്കും ശസ്ത്രക്രിയകൾക്കും പഠനത്തിനുമായി ദിവസത്തിലെ ഭൂരിഭാഗം സമയവും യത്നിക്കുന്നത് കൊണ്ടായിരിക്കാം തനിക്ക് ഈ കടുത്ത ക്ഷീണവും ഭാരക്കുറവും എന്ന് അദ്ദേഹം ആദ്യമൊക്കെ വിചാരിക്കുന്നു. അതിൽ നിന്നും വിടുതൽ നേടുന്നതിനായി, അതിൽ നിന്നും ഒരു ഇളവേൽക്കുന്നതിനായി തൻ്റെ കൂടെ പണ്ട് പഠിച്ചിരുന്ന, തൻ്റെ കോളേജിൽ സഹപാഠികളായിരുന്നവരുടെ അടുത്തേക്ക് ഒരു കൂടിച്ചേരലിന് വേണ്ടി, ഊഷ്മളമായ ഒരു കൂടിച്ചേരലിന് വേണ്ടി അദ്ദേഹം യാത്രയാവുകയാണ്. ആ യാത്രയോടെ തൻ്റെ ആ പഴയകാല സഹപാഠികളോടൊപ്പം, സതീർത്ഥ്യരോടൊപ്പം ഏതാനും ദിവസങ്ങൾ സന്തോഷപ്രദമായും ഉല്ലാസഭരിതമായും ചെലവഴിച്ചാൽ തൻ്റെ ഈ ആകുലാവസ്ഥകളെ, രോഗാവസ്ഥയെ, ക്ഷീണത്തെ മറികടക്കാമെന്ന് അദ്ദേഹം വ്യാമോഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യാശയോടെയുള്ള ഒരു തീവണ്ടി യാത്രയിലൂടെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രശ്നഭരിതമായ മേഖലകളിലേക്ക് എഴുത്തുകാരനും വായനക്കാരനും പ്രവേശിക്കുന്നത്. ആ ട്രെയിൻ യാത്ര അവസാനിച്ച പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം തളർന്നു കിടക്കുകയാണ്. നടക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് ബലക്ഷയം സംഭവിക്കുന്നു. കാലുകൾക്ക് അതികഠിനമായ വേദന അനുഭവപ്പെടുന്നു. കാലിലെ പേശികൾ കോച്ചി വലിച്ചുകൊണ്ട് കഠിനമായ വേദന കൊണ്ട് അദ്ദേഹം പ്ലാറ്റ്ഫോമിലെ സിമന്റ് ബെഞ്ചിൽ കിടന്ന് പിടയുകയാണ്. ആ അവസ്ഥയിലൂടെയാണ് പോൾ കലാനിധി തന്നെ ഗ്രസിച്ചിരിക്കുന്ന, തന്നെ ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പിന്നീട് ആ സുഹൃത്തുക്കളോടൊപ്പം കഴിയുന്ന വേളയിൽ
വീണ്ടും തിരിച്ചു വരാമെന്നുള്ള പ്രത്യാശ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ അദ്ദേഹത്തെ അനുദിനം തളർത്തുകയാണ്. തൻ്റെ ശ്വാസകോശത്തിൻ്റെ എക്സ്റേ എടുത്തുകൊണ്ട് അതിൽ നിന്നും അദ്ദേഹം അത് തിരിച്ചറിയുന്നു. തൻ്റെ ശ്വാസകോശം വിദൂരതയിൽ നിന്നെടുത്ത ഒരു ഫോട്ടോ പോലെ മങ്ങൽ ഉള്ളതായി കാണുന്നു. അതിൽ നിറയെ പൂപ്പലുകൾ പോലെ സെല്ലുകൾ വളർന്നിരിക്കുന്നത്, ട്യൂമർ വളർന്നിരിക്കുന്നത് അദ്ദേഹം കാണുന്നു. നിരവധി ട്യൂമറുകൾ തൻ്റെ ശ്വാസകോശത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വേദനാജനകമായ സത്യം പോൾ കലാനിധി തിരിച്ചറിയുന്നു. അങ്ങനെ രോഗഗ്രസ്തനായ അദ്ദേഹത്തിൻ്റെ ആ വേദനയുടെ നാളുകളാണ് പിന്നീട് ഈ പുസ്തകത്താളുകളിലുടനീളം. അദ്ദേഹം ജോലി ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ അദ്ദേഹവും ഒരു രോഗിയായി ചെല്ലുകയാണ്. താൻ ശസ്ത്രക്രിയ ചെയ്തിരുന്ന അനേകം രോഗികൾ കിടന്നിരുന്ന അതേ ആശുപത്രിയിലെ അതേ വാർഡിലെ അതേ തൽപ്പത്തിൽ അദ്ദേഹവും രോഗിയായി ശയ്യാവലംബിയായി അമരുന്നു. താൻ രോഗികളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുന്ന വാക്കുകൾ അദ്ദേഹം ഓർക്കുന്നു. താൻ സ്വയം രോഗിയാകുമ്പോൾ ആ വാക്കുകൾ തനിക്ക് തന്നെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അങ്ങനെ രോഗാവസ്ഥയുടെയും പീഡനങ്ങളുടെയും നിരന്തരമായ ഈ വേട്ടയാടലുകളെ അദ്ദേഹം അതിജീവിക്കുന്നത് തൻ്റെ ഇച്ഛാശക്തിയും കർമ്മശക്തിയും ഹൃദയത്തിലെ അഗാധമായ സ്നേഹവും പ്രണയവും കൊണ്ടാണ്. ലൂസി എന്ന അദ്ദേഹത്തിൻ്റെ പ്രിയതമ, അദ്ദേഹം രോഗഗ്രസ്തനാണെന്നറിഞ്ഞിട്ടും മാരകമായ ശ്വാസകോശാർബുദത്തിന് അദ്ദേഹം അടിമയാണെന്നറിഞ്ഞിട്ടും ലൂസി എന്ന മാലാഖയെ പോലെയുള്ള ആ സ്ത്രീ പോൾ കലാനിധിയുടെ സഹധർമ്മിണിയാവുകയാണ്. അതുമാത്രമല്ല, പോൾ കലാനിധിയുടെ ഒരാഗ്രഹം, തനിക്ക് ഒരു കുഞ്ഞു വേണം എന്നാഗ്രഹം, തൻ്റെ ജീവരക്തത്തിൽ ഒരു കുഞ്ഞ് പിറക്കണമെന്ന ആഗ്രഹം ലൂസിയോട് അദ്ദേഹം പങ്കുവയ്ക്കുകയും അങ്ങനെ ലൂസി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു. കാഡി എലിസബത്ത് എന്ന് പേരിട്ട ആ കുഞ്ഞിന് 8 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് പോൾ കലാനിധി ഈ ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ കലാനിധിയുടെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ലൂസി എന്ന ആ സ്ത്രീ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവാണുവായി, ജീവകോശമായി, ശ്വാസകോശമായി ആ വനിത അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ ഉർവരതകളിലേക്ക്, ഊഷ്മളതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ രോഗാവസ്ഥയെ ഒരു പരിധിവരെ മറികടന്നുകൊണ്ട് പോൾ കലാനിധി വീണ്ടും ഭിഷഗ്വര പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുകയാണ്. അദ്ദേഹം വീണ്ടും രോഗികളെ ചികിത്സിക്കുകയും ശസ്ത്രക്രിയകൾ ചെയ്യുകയും തൻ്റെ ക്ഷീണാവസ്ഥയെയും തൻ്റെ പരിതാപകരമായ അവസ്ഥയെയും മറച്ചുവെച്ചുകൊണ്ട് അതാരുടെ മുന്നിലും പ്രകടിപ്പിക്കാതെ ഇച്ഛാശക്തി കൊണ്ട്, കർമ്മശക്തി കൊണ്ട്, ലൂസി എന്ന തൻ്റെ പ്രിയതമയുടെ പിന്തുണ കൊണ്ട് അദ്ദേഹം വീണ്ടും ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന് തുണയാകുന്നത്, തണലാകുന്നത്, ആലംബമാകുന്നത് പുസ്തകരചനയാണ്. എഴുത്ത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ജീവവായുവാണ്. അദ്ദേഹത്തിൻ്റെ ശ്വാസകോശം ജീവവായുവിനെ സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം ഭാവനയുടെ ലോകത്ത് വിഹരിക്കുകയായിരുന്നു. അദ്ദേഹം തൻ്റെ ബാല്യകാലത്തേക്ക് അരിസോണയിലേക്ക് സഞ്ചരിക്കുന്നു. അമേരിക്കയിലെ അരിസോണ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ഇന്ത്യൻ വംശജരായ
ദമ്പതികളുടെ മകനാണ് പോൾ കലാനിധി. അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് സഹോദരങ്ങളോടൊപ്പം അരിസോണയിലെ വിശാലവും വിജനവുമായ മരുഭൂമിയിൽ കളിച്ചിരുന്നത്, ചെലവഴിച്ചിരുന്നതെല്ലാം അദ്ദേഹം വിശദമായി ഓർത്തെടുക്കുന്നു. അന്ന് കഠിന വിഷമുള്ള ഒരു തേളിൻ്റെ ദംശനമേറ്റ് മരിക്കാൻ മരണാസന്നനായ അവസ്ഥയെ കലാനിധി ഇതിൽ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ അമ്മയുടെ വാത്സല്യ നിർഭരമായ സ്നേഹവാത്സല്യങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുന്നു. തന്നെ മികച്ച രീതിയിൽ പഠിപ്പിക്കണമെന്നും പഠിപ്പിച്ച് ഉന്നത നിലയിൽ എത്തിക്കണമെന്നുള്ള ഇച്ഛാശക്തിയോടെ അമ്മ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു നിരുന്നത് പോൾ കലാനിധി ഓർക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും സഹപാഠികളുടെയും സതീർത്ഥരുടെയും ഒപ്പം കഴിഞ്ഞിരുന്ന മനോഹരമായ കാലഘട്ടത്തെ ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക്, മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ വിശദമായ വിവരണങ്ങൾ ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മികച്ച ഒരു എഴുത്തുകാരൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന മികച്ചൊരു ഫിക്ഷൻ റൈറ്ററായി അറിയപ്പെടുമായിരുന്നു ശ്രീ പോൾ കലാനിധി. അത്രയും ഭാവനാത്മകമായ, ഭാവനാസമ്പന്നമായ, ഒഴുക്കോടെയുള്ള എഴുത്താണ് പോൾ കലാനിധിയുടേത്. അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ വീണ്ടും എഴുത്തിലൂടെയും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും സൗഹാർദ്ദങ്ങളിലൂടെയും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വിധിയുടെ ക്രൂരഹസ്തങ്ങൾ ആ മനുഷ്യനെ അല്പാൽപമായി കീഴടക്കുകയാണ്. വിധി, നിയോഗം ഒരു മനുഷ്യജീവനോട് എത്ര ക്രൂരമായാണ് പെരുമാറുന്നത്, എത്ര ദുസ്സഹമായാണ് ആ മനുഷ്യജീവനെ പീഡിപ്പിക്കുന്നത് എന്ന് ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയും. കണ്ണുകൾ നിറയാതെ, തൊണ്ട വിറയ്ക്കാതെ ഈ പുസ്തകം നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കില്ല. പലപ്പോഴും ഈ പുസ്തകത്തിൻ്റെ വായന മനുഷ്യൻ അവൻ്റെ ജീവിതാസക്തി എത്രമാത്രമാണ് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. നിസ്സാര കാരണങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾ ഒരിക്കൽ ഈ പുസ്തകം വായിച്ചാൽ പിന്നീടോ ഒരിക്കലും അവർ അമൂല്യമായ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനോ ത്യജിക്കുവാനോ ആഗ്രഹിക്കുകയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. യുവതലമുറയിലെ വിദ്യാർത്ഥികളും കലാലയങ്ങളിൽ പഠിക്കുന്ന യുവാക്കളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പോൾ കലാനിധിയുടെ പ്രാണൻ വായുവിലലിയുമ്പോൾ എന്ന പുസ്തകം. കാരണം ഇതിൽ കടുത്ത ജീവിതാസക്തിയുണ്ട്. നിസാര കാരണങ്ങൾക്ക് ജീവിതത്തെ വലിച്ചെറിയുന്നവർ, ആത്മഹത്യയിൽ അഭയം തേടുന്നവർ, സ്വയം ഹത്യയിൽ അഭിരമിക്കുന്നവർ ഈ പുസ്തകത്തിലെ കടുത്ത ജീവിതാസക്തിയെ, തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ജീവകോശങ്ങളെയും കീഴടക്കുന്ന രോഗാവസ്ഥയോട് മല്ലിടുന്നത്, അതിനെ തൻ്റെ മനഃശക്തി കൊണ്ട്, മനോധൈര്യം കൊണ്ട് കീഴടക്കാൻ ശ്രമിക്കുന്ന ഉജ്ജ്വലമായ അധ്യായങ്ങൾ ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കും, നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ലോകം മുഴുവൻ ഇന്ന് ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പോൾ കലാനിധിയുടെ അവസാന നിമിഷങ്ങൾ എഴുതുന്നത് ലൂസി എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രാണവായുവായ സഹധർമ്മിണിയാണ്. ലൂസിയുടെ ആ ഉപസംഹാര കുറിപ്പുകൾ പോൾ കലാനിധി എന്ന ആ മനുഷ്യസ്നേഹിയുടെ അന്ത്യനിമിഷങ്ങളെ, പര്യവസാനത്തെ
ഇതിൽ അത്യന്തം ഹൃദയസ്പൃക്കായി, അത്യന്തം വേദനാജനകമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഉറ്റവരോടും ഉടയവരോടുമൊപ്പം അദ്ദേഹം പതുക്കെ മരണത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അത് അദ്ദേഹം കൃത്യമായി തിരിച്ചറിയുന്നുമുണ്ട്. തൻ്റെ മരണം അതിജീവിക്കാൻ അതിനെ താൻ വിധേയനാകേണ്ടി വരുമെന്നും പോൾ കലാനിധി എന്ന സമർത്ഥനായ പ്രഗത്ഭനായ ഭിഷഗ്വരൻ തിരിച്ചറിയുന്നു. അങ്ങനെ അദ്ദേഹം ആ മരണത്തെ മനസ്സാവരിക്കുകയാണ്. അദ്ദേഹം കൃത്രിമമായ ജീവൻ രക്ഷോപാധികൾ സ്വീകരിക്കുന്നില്ല. വെന്റിലേറ്ററിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിനോ മറ്റ് താൽക്കാലികമായി ജീവൻ നിലനിർത്താൻ ആവശ്യമായ കൃത്രിമ ജീവൻ രക്ഷോപാധികൾക്കോ വിധേയനാവാൻ പോൾ കലാനിധി ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആഗ്രഹിച്ചത് തൻ്റെ 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ, കാഡി എന്ന പെൺകുഞ്ഞിനെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവരണമെന്നും അവളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പ്രിയതമയായ ലൂസിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളുടെയും സവിധത്തിൽ തൻ്റെ അന്ത്യനിമിഷങ്ങൾ ചെലവഴിക്കണമെന്ന് പോൾ കലാനിധി ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ ലൂസിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും ശ്രമിക്കുന്നു. അങ്ങനെ പോൾ കലാനിധി എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുന്നൊരോർമ്മയായി, നൊമ്പരമുണർത്തുന്നൊരോർമ്മയായി പൊലിഞ്ഞു പോവുകയാണ്. ആ മരണം, പ്രാണൻ വായുവിൽ അങ്ങനെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുകയാണ്. പോൾ കലാനിധി എന്ന മനുഷ്യൻ ലോകത്തിന് വലിയ ഒരു സംഭാവന നൽകിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്നും കടന്നു പോകുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ മകൾ അച്ഛനെ അറിയുന്നത് ഈ പുസ്തകം വായിച്ചിട്ടായിരിക്കണം. രോഗത്തിൻ്റെ കഠിനമായ അവസ്ഥയിലും കീമോതെറാപ്പിയുടെയൊക്കെ തീവ്രമായ വേദനകളെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അത്തരം തീവ്രമായ വേദനയുടെ അവസ്ഥയിലും ഈ പുസ്തക രചന പരമാവധി പൂർത്തിയാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. നിരന്തരമായി അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഈ ലോകത്ത് പിടിച്ചു നിർത്തിയിരുന്ന 2 ഘടകങ്ങളായിരുന്നു. ഒന്ന്, തൻ്റെ കുഞ്ഞ്, തൻ്റെ മകൾ. അവൾ തന്നിലൂടെ ഈ പുസ്തകത്തിലൂടെ, ഈ പുസ്തകത്താളിലൂടെ അച്ഛനെ അറിയണം. എന്തിനാണ് അച്ഛൻ കഠിനമായ രോഗബാധിതനാണെന്നറിഞ്ഞിട്ടും അധികകാലം ആയുസ്സില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തിനാണ് തനിക്ക് ജന്മം നൽകിയത് എന്ന്, എന്തിനാണ് തന്നെ ഈ ലോകത്തേക്ക്, അച്ഛനില്ലാത്ത ലോകത്തേക്ക് വിളിച്ചത് എന്ന് ആ കുഞ്ഞ് തിരിച്ചറിയണമെന്ന് പോൾ കലാനിധി ആഗ്രഹിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അത്യഗാധമായ സ്നേഹം, അത്യഗാധമായ വാത്സല്യം, ആ കരുതൽ, കാരുണ്യം, അതെല്ലാം ഈ പുസ്തകത്തിൻ്റെ താളിലൂടെ ആ ഭിഷഗ്വരൻ മകൾക്ക് നൽകുകയാണ്. ലോകത്തിൻ്റെ ഇന്ന് ഈ കോവിഡിൻ്റെ അതികഠിനമായ ആഘാതത്തിൽ അമർന്നിരിക്കുകയാണ് നമ്മുടെ നാട്. അതിൽ ജീവൻ പണയം വെച്ചുകൊണ്ട്, ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് അഹോരാത്രം രോഗീ പരിചരണത്തിന് വേണ്ടി, രോഗികളെ പരിചരിക്കുന്നതിനു വേണ്ടി സ്വജീവിതം പോലും ബലിയർപ്പിക്കുന്ന അനേകം ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാരെ, നഴ്സുമാരെ, ആശുപത്രി ജീവനക്കാരെ, എല്ലാവർക്കും വേണ്ടി
ഈ പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അവരിൽ ഓരോരുത്തരിലും ഉറങ്ങുന്ന ആ ദൈവത്തെ, നമുക്ക് കാണാൻ കഴിയുന്ന ദൈവത്തെ, പലപ്പോഴും നമ്മെ പരിചരിക്കുന്ന മാലാഖമാരായിട്ടുള്ള നഴ്സുമാരിൽ നമ്മൾ ദൈവത്തെ കാണുന്നു. അതുപോലെ നമ്മുടെ വേദനകളെ ശമിപ്പിക്കുന്ന ഡോക്ടറിൽ നമ്മൾ ദൈവത്തെ കാണുന്നു. അതുപോലെയുള്ള നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളായ അവർക്ക് വേണ്ടി ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട്, ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ജീവിതത്തെ എത്ര അഗാധമായി സ്നേഹിക്കുന്നു, ജീവിതം എത്ര മൂല്യമുള്ളതാണ് എന്ന്, അത് പ്രാണവായു പോലെ സംരക്ഷിക്കേണ്ടതാണ് എന്നുമുള്ള ഒരു അവബോധം ഓരോ വായനക്കാരിലും ജനിപ്പിക്കാൻ പോൾ കലാനിധി എന്ന ഈ കൃതഹസ്ഥനായ എഴുത്തുകാരന് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിക്കുന്നതിനു വേണ്ടി സുഹൃത്തുക്കളെ ക്ഷണിച്ചുകൊണ്ട്, വായിച്ചിട്ടുള്ളവർ ഈ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ ഈ ചർച്ചാവേദിയിൽ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.